സാറേ ഇതിപ്പോ എന്ത് പറ്റിയതാന്ന് പറഞ്ഞേ? പെടലിക്ക് എന്ത് പറ്റിയെന്നാ പറഞ്ഞേ നേരത്തെ? ഞാൻ സ്കൂട്ടറിൽ വരുമ്പോ വലിയൊരു കുഴിയിൽ ചാടിപ്പോ. അപ്പൊ വീണില്ല? വീണില്ല, കുഴിയിൽ ചാടിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. ഭാഗ്യം ഇത്രയിലേ ആയുള്ളല്ലേ? വലിയ കുഴിയല്ലേ? വലിയ കുഴിയാ. ആവൂ. മാഡം, ലാബിലെ ടെസ്റ്റിന്റെ റിസൾട്ട് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ലാബ് നെക്സ്റ്റ് ബിൽഡിങ്ങില് 3ാമത്തെ നിലയിലാ. അതല്ല സാറേ, അതല്ല, അതെനിക്കറിയാം. ഇത് ഈ വിജിലൻസിന്റെ ഓഫീസല്ലേ? അതെ. മാഡം, ഞാനേ ഇവിടെ റോഡിലെ കുഴീനെ കുറിച്ചിട്ടൊരു പരാതി കൊടുത്തിട്ടുണ്ടായി. അപ്പൊ പരാതി കൊടുത്താൽ ഇവിടുത്തെ ലാബിൽ നിന്ന് ആള് വന്നിട്ട് ആ കുഴിയുടെ ആഴവും വീതിയും മെറ്റലും ടാറും ഒക്കെ ചിരണ്ടെടുത്ത് പരിശോധിച്ചിട്ട് ഒരു റിപ്പോർട്ട് തരുമെന്ന് പറഞ്ഞായിരുന്നു. ആ റിസൾട്ട് വാങ്ങാമെന്നാണ്. ആ റിസൾട്ട് എങ്ങനെയാ നിങ്ങൾക്ക് തരാ? അതെ, നിങ്ങൾ ഈ ബ്ലഡ് കൊണ്ടുപോയിട്ട് ലാബിൽ കൊടുത്തിട്ട് കൊളസ്ട്രോൾ ഉണ്ടാ ഷുഗർ ഉണ്ടാന്ന് പിറ്റേ ദിവസം ചെന്ന് തിരക്കും പോലെ അല്ല ഇത്. ഇത് റോഡല്ലേ, കുഴിയുടെ ആഴം നോക്കണം, മെറ്റലും ടാറൊക്കെ കറക്റ്റ് ആണോ അതൊക്കെ നോക്കണ്ടേ? അതിന് കുറച്ച് സമയം എടുക്കും. പുതിയ റോഡാണ് മാഡം, അതിൽ കുഴി വന്ന് വീണിട്ടാണ്. ഇത് കണ്ട, കയ്യും കാലും പെടലിയൊക്കെ പോയിരിക്കാണ്. അതായിക്കോട്ടെ, പക്ഷെ അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. ആ റിപ്പോർട്ട് അത് ആയാൽ തന്നെ നിങ്ങളുടെ കയ്യിൽ തരൂല. ഇത് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റാ. വളരെ വിജിലന്റായി അന്വേഷിച്ചിട്ട് പോകേണ്ടടുത്തൊക്കെ പോയി അന്വേഷിച്ചിട്ട് വിജിലന്റായ ഒരു റിപ്പോർട്ട് തരും. അത് ഡയറക്ടർക്ക് അയക്കും. ഡയറക്ടർ അടുത്ത് പോയിട്ട് നിങ്ങൾ കാണിക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യും. എന്റെ പേരെന്താണ്? പ്യാരിജാതൻ. കുറച്ച് ദിവസം കഴിഞ്ഞ് ഡയറക്ടർ വന്ന് കണ്ടോ? ഞാൻ 1.5 മാസമായി പരാതി വന്നതിന്റെ പുറകെ നടക്കണം. ശരിയാണ്, ഇവിടെ കുറെ തിരക്കുകളുണ്ട്, അതാണ് ഈ പ്രശ്നേ. അപ്പൊ നിങ്ങൾ ഈ ടോൾ ഫ്രീ നമ്പറൊക്കെ കൊടുത്തിട്ട് ഓപ്പറേഷൻ സാലറി രാസ്ത 2 എന്നൊക്കെ പറഞ്ഞിട്ട് നടപടിയില്ലല്ലോ മാഡം? ഇത് അതൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ? അതാ വെറുതെ പറയണതല്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് ഡയറക്ടറെ ഒന്ന് കണ്ടോ, എല്ലാം റെഡി ഉണ്ടാവും. ഡയറക്ടറെ കാണാന്നാ? അല്ല, ഈ സാറിന്റെ കഴുത്തിന് എന്ത് പറ്റി? അത് ഡെങ്കിപ്പനി വന്നിട്ട് ആയിപ്പോയതാ. ഒരു പരാതി കൊടുക്കാറുന്നില്ലേ? ആർക്ക്? ഓപ്പറേഷൻ സരൽ രാസ്ത 2 കൊതുകിനെതിരെ. അപ്പൊ ഇങ്ങനെ നടക്കായിരുന്നു. മേഡം, പുറത്ത് വല്ലാതെ ചൊറിച്ചിൽ ആവുന്നില്ല. ഒന്ന് കഷ്ടം നോക്കണേ. ഇവിടെയാ മതിയാ സാറേ? എന്നത് ഇവിടെ തന്നെ വെച്ചോ, ആവശ്യം വരും. നോക്കണം. രാഘവേട്ടാ, ഇവിടെ ഫയലുകളൊന്നും നീങ്ങിയിട്ടില്ല. കഴുത്തുളിക്കോ പിന്നെ? ശരി. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. എൻ്റെ പേര് ശീതളൻ എന്നാണ്. ഞാനൊരു റിട്ടയർഡ് KSRTC ഡ്രൈവറാണ് കേട്ടാ. ഇതെൻ്റെ മകനാണ് പ്യാരിജാതൻ. അവൻ കുറച്ച് ദിവസം മുമ്പേ ഒരു റോഡിൽ വീണായിരുന്നു, കുഴിയിലേ. അപ്പോൾ അത് പെയിൻ്റൊക്കെ പോയിരിക്കുകയായിരുന്നു. ഇപ്പൊക്കെ റെഡിയാക്കി പേച്ച് വർക്കൊക്കെ കഴിഞ്ഞ് ഇറക്കിയുള്ളൂ ഇപ്പം. അപ്പോൾ അതിനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ റോഡിനെതിരെ ആയിട്ടേ. ആർക്കാ പരാതി? പരാതി ഇതേ പ്യാരിജാതനാണ്, എൻ്റെ മകനായിരുന്നു. അയാൾക്ക് സംസാരിക്കാൻ വയ്യേ? സംസാരിക്കുമല്ലോ, വാ തുറന്നങ്ങാട് സംസാരിക്കും, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലോ. അപ്പൊ ഇയാള് പറയണം. സാറേ, 1 മാസം മുമ്പേ നമ്മുടെ പള്ളിമുക്ക് റോഡിൽ, പുതിയ റോഡാണ്, അതിൽ ഞാൻ ആക്സിഡന്റ് ആയി 2 വീലറിൽ. ഒരു വലിയ കുഴിയുണ്ടായി. അപ്പൊ ഞാൻ അതിനെതിരെ ഒരു പരാതി ഇവിടെ ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ടായി, റോഡിന്റെ ശോചനീയാവസ്ഥയെ പറ്റിയിട്ട്. അതെ. അപ്പൊ ഇവിടെ നിന്ന് ലാബിൽ നിന്ന് ആളുകൾ വന്ന് അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞ് കുറ്റക്കാർക്കെതിരെ. പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല. ഞാനിപ്പോ 1.5 മാസം ഇവിടെ കയറി ഇറങ്ങി നടക്കണം, ഒരു തീരുമാനം ഉണ്ടായില്ല. അപ്പൊ സാറിനെ വന്ന് കണ്ടാല് അതിലൊരു
തീരുമാനം ഉണ്ടാവും പറഞ്ഞു അങ്ങനെ ഇവിടെ പറഞ്ഞു. നിന്നാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നതാണ് ഇവിടെ. വ്യാരിജാതൻ. ഏത് ജില്ല? എറണാകുളം. താലൂക്ക്? താലൂക്ക് കണയന്നൂർ. കണയന്നൂര്. റോഡിന്റെ പേരെന്താ? റോഡിന്റെ പേര് രാധാകൃഷ്ണൻ. റോഡിന്റെ ഇയാള് പറയട്ടെ, റോഡിന്റെ പേരെന്താ? റോഡിന്റെ പള്ളിമുക്ക് സാറേ, പള്ളിമുക്ക് റോഡ്. പള്ളിമുക്ക് റോഡ്. അതെ അതെ. റോഡിന്റെ കോൺട്രാക്ടർ ഈ മന്മഥനല്ലേ? ഈ മന്മഥനല്ല സാറേ, കീല് മന്മഥൻ എന്നാണ് വിളിക്കണത് അയാളെ. മന്മഥൻ എന്നാണ് സാറേ. നിങ്ങൾക്ക് അയാളോട് എന്തെങ്കിലും തരത്തിലുള്ള അസൂയുണ്ടോ? ഞങ്ങൾക്ക് എന്താ അസൂയ? അയാളോട് അസൂയ തോന്നാനായിട്ട് എന്താണ്? അയാള് താജ്മഹൽ ഒന്നും അല്ലല്ലോ. അല്ല, അയാളുടെ ഉയർച്ചയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ എന്റെ സാറേ, അയാളുടെ ഉയർച്ചയിൽ ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ്? അയാൾ ഞങ്ങൾ നടക്കണ റോട്ടിലൊക്കെ താഴ്ച ഉണ്ടാക്കുകയാണ്, അതിലാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. അയാളുടെ ഉയർച്ചയിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല സാറേ. ഞങ്ങളായിട്ടൊരു ബന്ധമില്ല സാറേ. പിന്നല്ലാതെ ഇത് കിട്ടിയിട്ടുണ്ട്, അതാണ്. നിങ്ങളോട് ഇവിടെ വിജിലൻസിൽ വന്ന് പരാതി പറയാൻ ആര് പറഞ്ഞു? സാറേ, അത് ഞാൻ അന്ന് റോഡിൽ ആക്സിഡന്റ് ആയി വീണപ്പോ കുറെ ആളുകൾ പൊക്കിയെടുത്താണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പൊ അതിലൊരാളാണ് പറഞ്ഞ സരൽ രാസ്താറ്റു എന്നും പറഞ്ഞ് വിജിലൻസിന് ഒരു പ്രോഗ്രാം ഉണ്ട്, അവിടെ പരാതിപ്പെടാൻ. അപ്പോ അയാൾക്ക് മന്മഥനോട് വിരോധം കാണും. ഇതെന്ത് വിരോധമാണ് സാറേ? അതൊരു നിയമമാണല്ലോ, അതാണല്ലോ ഞങ്ങൾ വന്ന് കൊടുത്തത് ഇവിടെ. ഇപ്പൊ കൊടുത്തിട്ട് 1.5 മാസമായി. ഞാൻ കയറി ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ സാറിനെ കണ്ടാ ഇതിനൊരു തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മന്മഥൻ നിങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെന്ത് വീലാണ് ഇത്? അയാളുടെ മാനം കളയാനായിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ സാറേ. റോഡിൽ വീണ് ഞങ്ങൾക്ക് പരിക്ക് പറ്റിയതിനുള്ള പരാതി തന്നത്. ഒന്നാമത്തെ അയാൾക്ക് അത് ഉണ്ടെങ്കിലല്ലേ നമുക്ക് കളയാൻ പറ്റുള്ളൂ. പറയാൻ കേട്ടോ, നിങ്ങൾ ഈ പറഞ്ഞ റോഡിന്റെ എന്താ റോഡിന്റെ പേര്? പള്ളിമുക്ക് റോഡ്. പള്ളിമുക്ക് റോഡിന്റെ പണി പൂർത്തീകരിച്ച ഡേറ്റ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതറിയില്ല. എന്റെ പൊന്ന് സാറേ, ഇതിപ്പോ ചന്ദ്രഗുപ്തൻ 11-ാമന്റെ ഭരണപരിഷ്കാര കാലഘട്ടം ചോദിച്ച പോലെ ആയില്ല. ഒരു PSC ടെസ്റ്റ് പോലും എഴുതാൻ പറഞ്ഞാൽ എഴുതാത്തവനാണ് ഇവൻ. ഈ വക ചോദ്യങ്ങളൊന്നും ഞങ്ങളോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടാ. ആ എന്നാ കേട്ടോ, 20/2/2022 എന്തെങ്കിലും ആവട്ടെ. നിങ്ങളിവിടെ പരാതി തന്നത് 22/8/2022 അതെ അതെ അതെ. അപ്പോ റോഡ് പണി കഴിഞ്ഞിട്ട് 6 മാസവും 2 ദിവസവും കഴിഞ്ഞിട്ടുണ്ട് ഇന്നേക്ക്. അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് ഈ പരാതി നിലനിൽക്കില്ല. അതെന്താ? അപ്പൊ ഈ നിയമമൊക്കെ ജനങ്ങളെ പറ്റിക്കാനാണ് സാറേ. ജനങ്ങളെ പറ്റിക്കാനല്ല, നിങ്ങൾ മനസ്സിലാക്കൂ. അതായത് റോഡ് പണി കഴിഞ്ഞ് 6 മാസത്തിൻ്റെ ഉള്ളിൽ റോഡ് പൊട്ടിപ്പൊളിയുകയോ അതിനകത്ത് കുഴി ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ പരാതിപ്പെടാൻ അവകാശമുള്ളൂ. 6 മാസം കഴിഞ്ഞതിന് ശേഷമുള്ള പരാതികൾ നിലനിൽക്കില്ല. ഇതിപ്പോൾ 6 മാസവും കഴിഞ്ഞു, 2 ദിവസവും കഴിഞ്ഞു. എന്റെ പൊന്ന് സാറേ, കറക്റ്റായിട്ട് 6 മാസം കഴിഞ്ഞപ്പോ പെട്ടെന്നൊരു കുഴി ഉണ്ടായതല്ലല്ല. 6 മാസത്തിന് മുമ്പ് അവിടെ കുഴിയില്ലേ സാറേ? 6 മാസത്തിന് മുമ്പ് കുഴി ഉണ്ടായിരിക്കും. നിങ്ങൾ പരാതി തന്ന ഡേറ്റ് ഏതാ? പറഞ്ഞ 6 മാസം കഴിഞ്ഞു അല്ലേ? അപ്പൊ 6 മാസം കഴിഞ്ഞില്ലേ? ആ വസ്തുതയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന മന്മഥനെതിരെ നടപടിയെടുക്കാൻ നിർവാഹമില്ല. അങ്ങനെ പറ. ഇതിപ്പോ കാര്യം എന്താന്ന് മനസ്സിലായോ നിനക്ക്? നമുക്കൊരു തെറ്റ് പറ്റിയതാണ്. നീ വീഴുന്നതിന് മുൻപായിട്ട് ആ പരാതി എഴുതി സാറിന്റെ കയ്യിൽ കൊടുക്കണ്ടായിരുന്നു, എന്നിട്ടായിരുന്നു നീ വീഴേണ്ടത്. ഇതിവിടെ നിന്ന് നടക്കുകയാണ്.